ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ മാർച്ച് 2026 ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പഴയൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലാണ്. ഇതേ മോഡലിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ പുതിയ ടെക്സ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം 6 ഗതിവിധികൾ, 6 ആക്ടിവിറ്റികളാണ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവുക. ഒന്നാമത്തത് എന്തായാലും നിങ്ങൾ ചെയ്യണം 2 തൊട്ട് 6 വരെയുള്ളതിൽ ഏതെങ്കിലും 4 എണ്ണം മാത്രം എഴുതി. അപ്പോൾ ഇതാണ് ഗതിവിധി 1 വന്നിട്ടുള്ളത്. ഉൾട്ടാ പുൾട്ടയിൽ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. വരുന്നത് ഛത് സെ കോൺ ഗിർത്ത ഹെ, ആരാണ് ചുമരിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നത്? ചിപ്കലി, ചീണ്ട, തിൽച്ചട്ട, ബന്ദർ. ആരാ വീഴുന്നത്? ചിപ്കലി അല്ലേ, ചിപ്കലി പല്ലിയാണ് ചുമരമ്മ നിന്ന് വീഴുന്നത്. ബന്ദർ കഹാ സെ ഗിർത്ത ഹെ, രണ്ടാമത്തെ ചോദ്യമാണ്. കൊരങ്ങൻ എവിടെ നിന്നാണ് വീഴുന്നത്? ഛത് സെ, ഡാലി സെ, പഹാഡ് സെ, നദി സെ. എവിടെ നിന്നാണ് കുരങ്ങൻ വീഴുന്നത്? നിങ്ങൾക്ക് ഉത്തരം അറിയാം അല്ലേ, ഡാലി സെ ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ മൂന്നാമത്തത്? ചിത്രകെ ആധാർ കവിതാസെ ഉചിത് പങ്ക്തിയാൻ ചുൻകർലിക്കെ. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിന് യോജിക്കുന്ന വരികൾ ഏതാണ് അത് നിങ്ങളോട് എടുത്ത് എഴുതാനാണ്. ഏതാണ്? അതാ ഈ ചിത്രമാണ് കാണിച്ചിട്ടുള്ളത്. എന്താണ്? ആ കുരങ്ങൻ ആ ഡാലിയുടെ മുകളിൽ, ആ കൊമ്പിൻ്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പിക്ചറാണ് കാണിച്ചിട്ടുള്ളത്. ഏതാണ് അതിന് യോജിക്കുന്ന വരികൾ? അതാ ഇതിൽ കാണിച്ചിട്ടുള്ളതാണ് അതിന് യോജിക്കുന്ന വരികൾ. ഓക്കെ, അടുത്ത ഗതിവിധി 2 ആണ്. ഡുക്കുവിനെ ഓർമ്മയുണ്ടോ? അമ്മയുടെയും ഡുക്കുവിൻ്റെയും കഥയിലെ ഡുക്കുവും അമ്മയും സൈക്കിളും സ്കൂട്ടിയും എടുത്ത് റോഡിലേക്ക് ഇറങ്ങുന്നുണ്ടല്ലേ. അപ്പോൾ അന്നുണ്ടായ കാര്യങ്ങളാണ് ഡുക്കു ഡയറിയിൽ എഴുതുന്നത്. ഡേറ്റ് കൊടുക്കുക, പ്രിയ ഡയറി എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 5ഓ 6ഓ സെൻറ്റൻസ് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ കൽ മാനെ സ്കൂട്ടി और साइकिल खरीदे, सुबह साइकिल चलाने की बात सोचकर नींद नहीं आई. आज सुबह में साइकिलों माँ स्कूटी लेकर निकले. थोड़े दूर ही हम जाने वाले थे, लेकिन मैं साइकिल से और माँ स्कूटी से गिर गए. पहले हमें दुख आया, लेकिन फिर हम मज़े में थे. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കൊരു ഡയറി എഴുതാം. ഇത്രയും ലൈൻസ് എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത് പറയുന്നത് ഗതിവിധി 3 ആണ്. കവിതാംശ് കാ ആശയ് തയ്യാർ കറി. നമ്മുടെ പുൾട്ടയിൽ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ ആശയമാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ആശയം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, കവിതയുടെ പേര് എന്താണ്, കവിത എഴുതിയത് ആരാണ്, ആ ലൈൻ ആദ്യം കൊടുക്കുക, എന്നിട്ടാണ് ആശയം എഴുതേണ്ടത് കേട്ടോ. ഈ ഹിന്ദിയിൽ ആശയം തീരെ എഴുതാൻ അറിയില്ലെങ്കിൽ തന്നെ എന്താണ് ഇതിൽ ഓരോ വരികൾ അല്ലേ, ഓരോ വരികൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ കിട്ടും അല്ലേ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ എഴുതാം. തീരെ എഴുതാൻ അറിയാത്തവർക്കാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ജോ ഹിമ്മത്ത് കോത്തേ പച്താത്തേ ഹേ. അപ്പോൾ നമുക്കത് ആ ലൈൻ വേണമെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. ജോ ലോഗ് ഹിമ്മത്ത് കോത്തേ ഹേ വേ പച്താത്തേ ഹേ, അങ്ങനെ എഴുതാം അല്ലേ. പിന്നെ എന്തെഴുതാം? ജോ ധൂല് ചാട്ട് തുരന്ത് സമ്പൽത്തേ ഹേ വേ ജീവൻ മേ സുഖ പാത്തേ ഹേ. കണ്ടോ, അപ്പോൾ വേ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ എന്താണ് ഓരോ ലൈനാവും അല്ലേ. അപ്പം അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അപ്പം ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഉൾട്ടാ പുൾട്ടാ ഭഗവതി പ്രസാദ് ദ്വിവേദി की कविता है. जीवन में कई बार हम गिरते हैं, लेकिन हम अपने आप उठ चलते हैं. गिरने पर खुद उठने का हिम्मत खोने वाले बाद में पछताएंगे. गिरने के बाद धूल छानकर तुरंत संभल कर चलने वाले जीवन में सुख पाते हैं. जीवन के पराजय पर निराश नहीं होना चाहिए. जीवन में हमें हिम्मत से आगे बढ़ना चाहिए കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്, ആ ഒരു ആശയം എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആശയം പഠിച്ചു വയ്ക്കുക. ഉൾട്ടാ പുൾട്ടയിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. ഒന്നില്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അല്ലെങ്കിൽ ആ കവിതയുടെ വരികൾ തന്നിട്ട് ആശയം ചോദിക്കും. അപ്പോൾ കവിയുടെ പേര് പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ഗതിവിധി 4 ആണ്. അമ്മയുടെയും ഡുക്കുവിൻ്റെ ആ ഒരു കഥ ഓർമ്മയില്ലേ, അതിൽ കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാൻ ഓപ്ഷൻ എന്തൊക്കെയാണ് ചോദ്യങ്ങളെന്ന് നോക്കാം. കൈ ദിൻ സെ ഡുക്കു കിസ്കി ജിദ് കർ റഹാ താ. കുറേ ദിവസമായിട്ട് ഡുക്കു എന്ത് വേണം എന്നാണ് പറഞ്ഞിരുന്നത്? സൈക്കിളിൻ്റെയാണ്. അമ്മാനെ ഡുക്കു കെലിയെ ക്യാ ഖരീദ. അമ്മ ഡുക്കുവിന് എന്താ മേടിച്ചത്? സൈക്കിൾ ഖരീദ. അമ്മാനെ അപ്നെ ലിയെ ക്യാ ഖരീദ. അമ്മയ്ക്ക് വേണ്ടി എന്താ മേടിച്ചത്? സ്കൂട്ടിയാണ് മേടിച്ചത്. സൈക്കിൾ സെ കോൺ ഗിർ ഗയ. ആരാ സൈക്കിളിൽ നിന്ന് വീണത്? ഡുക്കു ആണ് വീണത്. ഓക്കെ, അടുത്ത വരുന്നത് ഗതിവിധി 5 ആണ്.
മുന്നു ഓർ മാ കെ ബീച്ച് കാ വാർത്താലാപ് തയ്യാർ കരേ. മുന്നുവിൻ്റെ അമ്മയും തമ്മിൽ കുറേ സംസാരങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വാർത്താലാപമാണ് നിങ്ങളോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം വരികയാണെങ്കിൽ ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുക. ഇത് മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങൾക്കൊരു വാർത്താലാപം, ഒരു കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇതേ ക്വസ്റ്റ്യനാണ് വരിക. അപ്പോൾ പേടിക്കേണ്ടതായി മുകളിൽ കൊടുത്തിട്ടുള്ള കണ്ടോ, മുന്നു കെ കഥൻ അല്ലെങ്കിൽ സവാൽ എന്ന് പറഞ്ഞിട്ട് മുന്നു ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതേ ക്വസ്റ്റ്യനാണ് വരുന്നെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലെങ്കിലും എന്താണ്, മുന്നു കണ്ടോ, മുന്നു ചോദിക്കുന്ന കാര്യങ്ങളാണ് ഓരോന്നായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ചോദ്യങ്ങളെങ്കിലും എന്താണ് ആ ആൻസർ ഷീറ്റിൽ അത് നോക്കി എഴുതി വെക്കുക കേട്ടോ. അമ്മ പറയുന്നത് നിങ്ങൾക്ക് പറ്റാവുന്നത് പോലെ എഴുതി വെക്കുക. ആ മുന്നു ചോദിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതി വെച്ചാൽ മതി. അതിലൊരു മാറ്റം വരുത്താനില്ല കേട്ടോ. പിന്നെ ആണ് അമ്മ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ തീരെ മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. മുന്നു ഓർ മാ കെ ബീച്ച് കാ വാർത്താലാപ് തയ്യാർ കരേ. കണ്ടോ, മുന്നു ഫസ്റ്റ് കൊടുത്തിട്ടുള്ള അതേ ലൈന് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫൗണ്ടൻ പെൻ സെ ഫർഷ് പർ ലിഖ്തേ സമയ് തുമ്നെ ക്യോं കലം ചീൻ ലി. അമ്മോട് ചോദിക്കുകയാണ് അല്ലേ, ഫൗണ്ടൻ പെന്നോട് ഞാൻ നിലത്ത് എഴുതുമ്പോൾ, കാർപ്പറ്റിലൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ എന്തിനാണ് എൻ്റെ കയ്യിൽ നിന്ന് പേന മേടിച്ചത്. അമ്മ എന്താ പറയുന്നത്, കലം സെ കാഗസ് പർ ലിഖ്തേ ഹേ. പെന്നുകൊണ്ട് ഏതിലാണ് എഴുതുന്നത്, പേപ്പറിലാണ് എഴുതേണ്ടത് എന്നാണ് അമ്മ പറയുന്നത്. മുന്നു ഗരം ദൂത് ന പിയാത്തോ തുമ്നെ ക്യോं ഡാട്ട. അതേൽ രണ്ടാമത്തെ സെൻറ്റൻസ് കണ്ടോ, അതേ സെൻറ്റൻസാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ. ഗരം ദൂത് ന പിയാത്തോ തുമ്നെ ക്യോं ഡാട്ട. ചൂടുള്ള പാല് കുടിച്ചില്ല, അതിന് നിങ്ങൾ എന്തിനാണ് എന്നെ അമ്മയെ ചീത്ത പറഞ്ഞതെന്നാണ് ചോദിക്കുന്നത്. ഗരം ദൂത് പീനെ സെ തുമ്ഹാരാ സ്വാസ്ഥ്യ അച്ഛാ ഹോ ജായേഗ. ചൂടുള്ള പാല് കുടിച്ചാൽ നീ കുറച്ചുകൂടി ഹെൽത്തി ആവും അല്ലേ. സടക് പർ കേലേ ഗയാത്തോ തുമ്നെ ക്യോं വാപ്പസ് ബുലായ. ഞാൻ അവിടെ റോഡിൽ കളിക്കാൻ പോയപ്പോൾ എന്തിനാണ് എന്നെ തിരിച്ചു വിളിച്ചത്. അമ്മ എന്താ പറയുന്നത്, സടക് കേൽനെ കേലിയെ നഹി ഹേ. എന്താണ്, ആ റോഡ് നിനക്ക് ഓടി കളിക്കാനുള്ളതല്ല. പിന്നെന്താണ്, പുസ്തക് സി തസ്വീർ പാടനെ പർ മുझे ക്യോं ഡാട്ട. പുസ്തകത്തിൽ നിന്ന് ഞാൻ ആ ഒരു ഫോട്ടോ കീറിയെടുത്തതിന് എന്നെ എന്തിനാണ് ചീത്ത പറഞ്ഞത്. അമ്മ എന്താ പറയുന്നത്, വഹ് പുസ്തക് പയ്യാക്കി പടായി കേലിയേ ഹേ. ആ പുസ്തകം നിൻ്റെ ചേട്ടന് പഠിക്കാനുള്ളതാണ് കണ്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇതേ ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അമ്മയുടെ ഭാഗങ്ങൾ എഴുതാൻ അറിയില്ലെങ്കിലും ആ മുന്നു പറയുന്ന കാര്യങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതേപോലെ പകർത്തി വെക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം, ജോഡേ ഓർ വാക്കിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെയുള്ള ചോദ്യങ്ങളും അപ്പോൾ ചാൻസുള്ള ചോദ്യങ്ങളാണ് കേട്ടോ ഇതുപോലത്തെയൊക്കെ. അപ്പോൾ ഇതേ മോഡലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇതേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ജോഡേ ഓർ വാക്കിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അത് യോജിപ്പിച്ച് നിങ്ങളോട് വാക്യങ്ങളാക്കാനാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എന്താണ്, ഉഗ്നെ കേലിയെ മിട്ടി ഓർ ബൂന്ത് ചാഹിയെ എന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്, കിലിനെ എന്ന് പറഞ്ഞാൽ വിരിയാൻ എന്താ ആവശ്യം, കിലിനെ കേലിയെ ഹവ ഓർ ധൂപ് ചാഹിയെ. കാറ്റും വെളിച്ചവും വേണം. അപ്പോൾ കിലിനെ കേലിയെ ഹവ ഓർ ധൂപ് ചാഹിയെ എന്ന് കൊടുക്കുക. ഇനി നെക്സ്റ്റ് എന്താ, പക്കിനെ കേലിയെ വേവാൻ എന്താ വേണ്ടത്, വേവാനാണെങ്കിൽ എന്ത് വേണം, തോടി സി ആഗ് ചാഹിയെ കുറച്ച് എന്താണ്, തീയാണ് വേണ്ടത് പക്കിനെ കേലിയെ. ഉടിനെ കേലിയെ പറക്കാൻ എന്താ വേണ്ടത്, ഉടിനെ കേലിയെ പങ്ക് ഓർ ആസ്മാൻ ചാഹിയെ ചിറകും അതുപോലെ തന്നെ ആകാശവും വേണം അല്ലേ. ജീനെ കേലിയെ നമുക്ക് ജീവിക്കാൻ എന്ത് വേണം, ജീനെ കേലിയെ ജമീൻ ചാഹിയെ. ജീവിക്കാൻ നമുക്ക് വേണ്ടത് എന്താണ്, ജമീനാണ്. അപ്പം എന്നിട്ട് അതിങ്ങനെ താഴേക്ക് എടുത്ത് എഴുതാൻ. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതാ കണ്ടോ, പോസ്റ്റർ തയ്യാറാക്കാൻ പറയാം. ഇതേ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം. ഏകതാമേ പൽഹെ, ഒരുമിച്ച് നിന്നാലാണ് അല്ലേ, ഒരുമിച്ച് നിന്നാലാണ് ബലമുള്ളതെന്ന് പറയുമ്പോൾ ആ വിഷയത്തിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ ഇതുപോലെ 4 വശത്തും വരച്ച് ഹെഡിങ് പോലെയൊക്കെ കൊടുത്ത് ചിത്രങ്ങളൊക്കെ വരച്ച് നിങ്ങൾക്ക് പോസ്റ്റർ തയ്യാറാക്കാം കേട്ടോ. ലെറ്റർ റൈറ്റിംഗ് ആണ്. മുന്നുനെ ജവഹർലാൽ നെഹ്റുജിക്കോ ക്യാ ലിഖാ ഹോഗ. മുന്നു ചാച്ചാ നെഹ്റുവിനോട് എന്തൊക്കെ കാര്യങ്ങളാവും പറഞ്ഞിട്ടുണ്ടാവുക, അതാണ് ലെറ്ററായിട്ട് എഴുതാൻ പറയുന്നത്. ഈ ഒരു ലെറ്ററും ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക കണ്ടോ. സ്ഥലം എഴുതണം, ഡേറ്റ് എഴുതണം, പിന്നെന്താണ്, പ്യാരെ ചാച്ചാ നെഹ്റുജി എന്ന് പറഞ്ഞിട്ട് അവർ എഴുതി തുടങ്ങുന്നുണ്ട്. അവസാനം എന്താണ്, പ്യാർസെ ആപ്കാ മുന്നു എന്നും പറയുന്നുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ കറക്റ്റ് ഫോർമാറ്റ് കൊടുക്കണമെന്നില്ല, ഇങ്ങനെയാണ് നിങ്ങൾ ലെറ്റർ എഴുതേണ്ടത് കേട്ടോ. ലെറ്റർ, പോസ്റ്റർ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞൊക്കെ വരാറുണ്ട്. കൂടുതലും നിങ്ങൾക്ക് പോസ്റ്ററൊക്കെയാണ് പ്രിപ്പയർ ചെയ്യാൻ പറയാറ്. പക്ഷേ ഇതിൻ്റെ ഫോർമാറ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഇത്രയും കുറച്ച് കാര്യങ്ങളെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു
ക്ലാസ് വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്